പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ആര് പറഞ്ഞ കഥയോ? ആര് പറഞ്ഞു? എന്റെ മാമൻ പറഞ്ഞു. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നേ. ഒരു ദിവസം ഈ രാജാവ് ഒരു പ്ലാൻ ഉണ്ടാക്കി. രാത്രി നമുക്ക് ഒരു ഡിന്നർ വെക്കാന്ന്. വേറെ കൺട്രിയിൽ നിന്ന് കുറച്ച് കിങ്ങിനെയും പിന്നെ ഗസ്റ്റിനെയൊക്കെ ആയിട്ട് ഒരു ഡിന്നർ വെക്കാന്ന്. ഈ രാജാവ് സർവന്റിനോട് പറഞ്ഞ് രാത്രിയിൽ ഡിന്നർ ഉണ്ട്, രാത്രിയിൽ ഡിന്നർ പാർട്ടി ഉണ്ട്, നിങ്ങൾ ഷെഫ് കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പം എല്ലാ ഷെഫ്സും കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി അത് അവരെ വെച്ച്, എന്നിട്ട് വെജിറ്റബിൾസ് വേസ്റ്റ് ഒരു ബാസ്ക്കറ്റിനകത്ത് നിറച്ച് വെച്ച്. എന്നിട്ട് രാജാവ് കിച്ചണിലോട്ട് കയറി വന്ന് എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് നോക്കാൻ. അപ്പം രാജാവ് ഈ ബാസ്ക്കറ്റിനെ കണ്ടിട്ട് പറഞ്ഞ് ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ആ ഷെഫ് പറഞ്ഞ് ഇത് ഞങ്ങൾ കളയാൻ വെച്ചിരിക്കുന്നയാ, ഇത് ഞങ്ങൾ കളയുമെന്ന്. അപ്പൊ ആ രാജാവ് പറഞ്ഞു ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല, നിങ്ങളുടെ വെജിറ്റബിൾ വേസ്റ്റ് യൂസ് ചെയ്യണമെന്ന്. അപ്പം ആ ഷെഫ് ഒത്തിരി നേരം ചിന്തിച്ച് ഇതിന്റെ എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം രാജാവ് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഷെഫിനൊരു ഐഡിയ കിട്ടി. ആ ഷെഫ് ആ ഒരു വെജിറ്റബിൾസിനെല്ലാം കഴുകി അത് ബോയിൽ ചെയ്യാൻ പറ്റി. ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പം ആ ഷെഫ് അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ഷെഫ് ഒരു കറിക്കകത്തോട്ട് ഇതെല്ലാം ഇട്ട് ആ വെജിറ്റബിൾസിനെല്ലാത്തിനും ഇട്ട് അപ്പം ആ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. എന്നിട്ട് ഷെഫ് അത് കുക്ക് ചെയ്ത് രാത്രിയിൽ ആ ഡിഷ് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്ത്. അപ്പം ആ ഗസ്റ്റ് എല്ലാവരും ചോദിച്ച് ഈ ഡിഷിന്റെ പേരെന്താന്ന്. കുറേ നേരം ആ ഷെഫ് ചിന്തിച്ച് ആ ഷെഫ് അതിന് പേരിട്ട് അവിയൽ.